KSRTCയിലെ INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ TDF ആഹ്വാനം ചെയ്ത ജീവനക്കാരുടെ സമരം ഭാഗികം. 92% ബസ്സുകളും സർവീസ് നടത്തിയതായി KSRTCയുടെ കണക്ക്. 60% ജീവനക്കാരും സമരത്തിൽ പങ്കെടുത്തു എന്നും താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ചാണ് സമരത്തെ സർക്കാർ നേരിട്ടതെന്നും TDF അവകാശപ്പെട്ടു. സംസ്ഥാനത്തൊട്ടാകെ 4026 ബസ്സുകളാണ് ഇന്ന് സർവീസ് നടത്തിയത്. സമരത്തെ തുടർന്ന് 272 ഷെഡ്യൂളുകൾ മാത്രമാണ് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്തതെന്ന് KSRTC അറിയിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച 4298 ബസ്സുകളാണ് സർവീസ് നടത്തിയത്. കോഴിക്കോട് ജില്ലയിൽ മുഴുവൻ ബസ്സുകളും സർവീസ് നടത്തി. തിരുവനന്തപുരം ജില്ലയിൽ 8 സർവീസുകൾ മാത്രമാണ് മുടങ്ങിയതെന്നാണ് ഗതാഗത വകുപ്പിന്റെ കണക്ക്. മലപ്പുറം, പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ അറ്റൻഡൻസ് കുറവുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങൾ മറ്റ് ഡിപ്പോകളിലെ ജീവനക്കാരെ കൊണ്ടുവന്നിട്ടും എംപാനലുകാരെ വെച്ചിട്ടും വണ്ടി പരമാവധി ഓടിക്കുന്നുണ്ട്. അത് വിലയിരുത്തൽ വൈകിട്ടോടുകൂടി നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒരു സർവീസുകളെ വളരെ ദോഷകരമായിട്ട് യാതൊരു വിധത്തിലും ബാധിച്ചിട്ടില്ല. വിവിധ സ്ഥലങ്ങളിൽ സമരക്കാർ ബസ്സുകൾ തടഞ്ഞു. ഏറ്റവും അധികം ജീവനക്കാർ പണിമുടക്കിയത് പെരുമ്പാവൂരിലാണ്. 42 സർവീസിൽ 13 എണ്ണം മാത്രമാണ് ഇന്ന് നിരത്തിലിറങ്ങിയത്. താൽക്കാലിക ജീവനക്കാരെ വെച്ചാണ് സമരം പൊളിക്കാൻ സർക്കാർ ശ്രമിച്ചതെന്ന് TDF ആരോപിച്ചു. എന്ന് ശമ്പളം കിട്ടും എന്ന് തൊഴിലാളികൾക്ക് അറിയാത്ത ഏക പൊതുമേഖലാ സ്ഥാപനം ഇതാണ്. 31% DA കുടിശ്ശികയാണ്. ഇതെല്ലാം സംഭവിക്കുമ്പോഴേക്ക് ജീവനക്കാരിൽ നിന്ന് പിടിക്കുന്ന NDR ആയാലും NPS ആയിരുന്നാലും കൃത്യമായി അടയ്ക്കാത്തത് മൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ജീവനക്കാർക്കുണ്ടാകുന്നു. എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം വിതരണം ചെയ്യുക എന്നതുൾപ്പെടെ 12 ആവശ്യങ്ങൾ ഉയർത്തിയാണ് TDF 24 മണിക്കൂർ സമരം നടത്തുന്നത്. 24 തിരുവനന്തപുരം.